കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആർക്കെല്ലാമാണ് വിജയസാധ്യത? ഏതെല്ലാം സീറ്റുകളിലാണ് അട്ടിമറി സംഭവിക്കുക? രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം പങ്കുവച്ച അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിലയിരുത്തി കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ആർക്കാണ് വിജയസാധ്യത എന്നതാണ് പക്ഷം ചേരാതെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 1. തിരുവനന്തപുരം. കേരളത്തിലെ പ്രവചനാതീതമായ മത്സരം നടന്ന മണ്ഡലം. രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സ്ഥാനാർത്ഥിയുടെ വരവ് നഗരമണ്ഡലങ്ങളായ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിലെ ശശി തരൂരിന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിലും കുമ്മനം രാജശേഖരന് ലഭിച്ചതുപോലെ അടിത്തട്ടിൽ നിന്നുള്ള വോട്ടുകൾ കൂട്ടമായി BJP സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാനാകാത്തതും വിജയസാധ്യതയെ ബാധിക്കും. എന്നാൽ മികച്ച പ്രൊഫഷണലിസ്റ്റുകളോടെ BJP സ്ഥാനാർത്ഥി യുവാക്കളിൽ നിന്ന് വോട്ട് നേടി അട്ടിമറി സാധ്യത നിലനിർത്തുന്നുണ്ട്. വോട്ട് ചോർച്ച ഉണ്ടായെങ്കിലും അവസാന ദിവസമുണ്ടായ ന്യൂനപക്ഷ കേന്ദ്രീകരണം വഴി ശശി തരൂർ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള സാധ്യതയേറുന്നു. പന്ന്യൻ രവീന്ദ്രൻ എന്ന മികച്ച സ്ഥാനാർത്ഥിയുടെ വരവോടെ ഇടതുമുന്നണി 2014-നും 2019-നും നേടിയ വോട്ടുകളിലേറെ നേടി ഒപ്പത്തിനൊപ്പമുണ്ടെന്നത് മത്സരഫലം പ്രവചനാതീതമാക്കിയിട്ടുണ്ട്. സാധ്യത തരൂരിന് തന്നെ. 2. ആറ്റിങ്ങൽ. വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കിയ മണ്ഡലം. എന്നാൽ 2019-ൽ ശോഭാ സുരേന്ദ്രന് നേടിയ വോട്ട് നേടാൻ വി മുരളീധരന് ആകുമോ എന്ന കൗതുകം മാത്രമാണ് കേന്ദ്രമന്ത്രിയുടെ കാര്യത്തിൽ ഉള്ളത്. മത്സരം അടൂർ പ്രകാശും വി ജോയിയും തമ്മിൽ തന്നെയാണ്. അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയ കൗശലങ്ങളും സാമ്പത്തിക സ്വാധീനവും ഒരു ഭാഗത്തും, വി ജോയി എന്ന CPIM ജില്ലാ സെക്രട്ടറിയുടെ മണ്ഡലത്തിലാകെയുള്ള ജനസ്വാധീനവും ജനകീയതയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ആറ്റിങ്ങലിനെ ശ്രദ്ധേയമാക്കുന്നത്. ഇടതുപക്ഷത്തിന് അടിവേരുള്ള മണ്ഡലത്തിൽ 2019-ലേതുപോലെ ന്യൂനപക്ഷ കേന്ദ്രീകരണം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടില്ലെന്നതും MP എന്ന നിലയിലെ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലെ അസാന്നിധ്യവും ശബരിമല വിഷയം ചർച്ചയാക്കി 2019-ൽ BJP നേട്ടമുണ്ടാക്കിയതുപോലെയുള്ള സാഹചര്യം നിലവിലില്ലാത്തതും വി ജോയിക്ക് മണ്ഡലം അനുകൂലമാകാനാണ് സാധ്യത. 3. കൊല്ലം. കഴിഞ്ഞ 15 വർഷത്തിൽ കൊല്ലത്ത് നടന്ന ഏറ്റവും വാശിയേറിയ മത്സരം. മുകേഷിനെ 1-ാം റൗണ്ടിൽ പ്രേമചന്ദ്രൻ നിസ്സാരമായി തള്ളിക്കളഞ്ഞെങ്കിലും അവസാനമായപ്പോഴേക്കും തനിക്കൊത്ത എതിരാളിയായി മുകേഷ് മാറിയെന്ന് പ്രേമചന്ദ്രൻ തിരിച്ചറിഞ്ഞു. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണത്തെ അത്ര പ്രിയം പ്രേമചന്ദ്രനിൽ ഇല്ലാത്തതും മുകേഷ് എന്ന നടൻ മണ്ഡലമാകെ സുപരിചിതനായും സ്ത്രീ വോട്ടുകളെ ആകർഷിച്ചേക്കാനിടയുണ്ടെങ്കിലും മികച്ച പാർലമെന്റേറിയൻ എന്നത് പ്രേമചന്ദ്രന് മുൻതൂക്കം നൽകുന്നു. 4. മാവേലിക്കര. കൊടിക്കുന്നിൽ സുരേഷ് എന്ന സിറ്റിംഗ് MPക്കെതിരായ ജനവികാരം ശക്തമാണെന്നതും CPI സ്ഥാനാർത്ഥി അരുൺകുമാർ ചെറുപ്പക്കാരനാണെന്നതും തെരഞ്ഞെടുപ്പിലെ ഫലത്തെ സ്വാധീനിച്ചേക്കും. അതോടൊപ്പം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതും കൃത്യമായ അട്ടിമറി സൂചന നൽകുന്നു. അരുൺകുമാറിന്റെ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു. 5. ആലപ്പുഴ. കടുത്ത മത്സരം. ജനപ്രിയൻ എന്നത് സിറ്റിംഗ് MP ആരിഫിന് പ്ലസ് പോയിന്റ് ആണെങ്കിലും എതിരാളിയായി എത്തുന്നത് ആലപ്പുഴയിലെ മത്സരത്തിൽ ഇതുവരെ തോൽവറിയാത്ത KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ പ്രധാന നേതാവാണ്. രണ്ടുപേരും ആലപ്പുഴക്കാർക്ക് സുപരിചിതർ. മത്സരഫലം പ്രവചനാതീതമാണെങ്കിലും നേരിയ മുൻതൂക്കം KC വേണുഗോപാലിനുണ്ടെന്ന് പറയാം. 6. പത്തനംതിട്ട. മാവേലിക്കരയിലേതുപോലെ തന്നെ സിറ്റിംഗ് MPക്കെതിരായ ജനവികാരം ശക്തമായ മണ്ഡലം. AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ CPIMന്റെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളിലൊരാളും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കാണ് കളത്തിലുള്ള അടുത്തയാൾ. തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുക ചെയ്യാതെ പോയ വോട്ടുകളായിരിക്കും എന്നുറപ്പ്. 2019-ൽ പോൾ ചെയ്ത വോട്ടിൽ നിന്നും 1.25 ലക്ഷം വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്നത് സിറ്റിംഗ് MPയുടെ പരാജയത്തിലേക്ക് നയിക്കാനും തോമസ് ഐസക് അട്ടിമറി വിജയം നേടാനും സാധ്യത നിലനിൽക്കുന്നു. 7. കോട്ടയം. കേരള കോൺഗ്രസുകാർ തമ്മിലെ നേർക്കുനേർ അംഗത്തിൽ ഫലം പ്രവചനാതീതമായിരിക്കും. മുന്നണികളും പാർട്ടികളും മാറി മറിഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് ജോർജിനേക്കാളും കോട്ടയത്തുകാർക്ക് ഇഷ്ടം ചാഴികാടനോടാകാൻ കാരണമേറെയുണ്ട്. പ്രധാന കാരണം KM മാണിയുടെ 2 ചിഹ്നത്തെ അത്ര പെട്ടെന്ന് കോട്ടയത്തുകാർ കൈവിടാനിടയില്ല. മുന്നണി മാറ്റമുണ്ടാക്കുന്ന വോട്ട് ചോർച്ചയെ അതിജീവിച്ച് ചാഴികാടൻ തന്നെ മണ്ഡലം നിലനിർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. 8. ഇടുക്കി.
ഹൈറേഞ്ചിൽ മത്സരം കനക്കുമെങ്കിലും ലോ റേഞ്ചിലുള്ള PJ ജോസഫിന്റെ തൊടുപുഴയിലെ വോട്ട് ബാങ്ക് ഡീൻ കുര്യാക്കോസിന് തുടർ വിജയം സമ്മാനിക്കാനാണ് സാധ്യത. എന്നിരുന്നാലും മാണി കോൺഗ്രസിന്റെ മുന്നണി മാറ്റം അട്ടിമറി സാധ്യതയുടെ സൂചന അവശേഷിപ്പിക്കുന്നുണ്ട്. 9. ചാലക്കുടി. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയ ഏക മണ്ഡലമായിരിക്കും ചാലക്കുടി. ബെന്നി ബെഹനാനും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥും ചാലക്കുടിക്കാർക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിഷേധ വോട്ടുകളേക്കാൾ ഇരുവർക്കും പോസിറ്റീവ് വോട്ടുകളാണ് കാത്തിരിക്കുന്നത്. എന്നാൽ വിധി നിർണ്ണയിക്കുക സാബു M. ജേക്കബ് നേതൃത്വം നൽകുന്ന 2020യുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളായിരിക്കും. ഇത് ബെന്നി ബെഹനാന് തലവേദന സൃഷ്ടിക്കുമെങ്കിലും മണ്ഡലത്തിലെ സാമുദായിക വോട്ടുകൾ ബലാബലത്തിൽ ബെന്നി ബെഹനാന് മുൻതൂക്കം നൽകാനാണ് സാധ്യത. 10. എറണാകുളം. UDFന്റെ കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം എന്നതുകൊണ്ട് അട്ടിമറിയൊന്നും എതിരാളികൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. 2019 ഭൂരിപക്ഷം നിലനിർത്താനാകുമോ എന്നതും വനിതാ സ്ഥാനാർത്ഥി എതിരാളിയായി വരുമ്പോൾ അത് സ്ത്രീ വോട്ടർമാരിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന ആകാംക്ഷ മാത്രമാണ് എറണാകുളത്തിനുള്ളത്. ആദ്യ 10 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, ചാലക്കുടി, എറണാകുളം എന്നീ 6 സീറ്റുകളിൽ UDF വിജയിക്കാനും ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, കോട്ടയം എന്നിങ്ങനെ സീറ്റുകൾ LDF വിജയിക്കാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം, ചാലക്കുടി, ആലപ്പുഴ, കോട്ടയം സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇവിടെയെല്ലാം 2019 വോട്ടിംഗ് ശതമാനവും വോട്ട് ചെയ്തവരുടെ എണ്ണവും കുറഞ്ഞത് UDFന് അത്ര ഗുണകരമായിരിക്കാൻ ഇടയില്ലെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്.